അപ്പോൾ നമ്മൾ സാധാരണ ഈ ഹെൽമെറ്റ് ഇടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത്. സാധാരണ ലേഡീസ് പ്രത്യേകിച്ച് ഹെൽമെറ്റ് ഇടുന്ന സമയത്ത് അവർക്ക് അറിയില്ല, അവർ ആദ്യമായിട്ട് ഇടുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഹെൽമെറ്റ് എങ്ങനെയാണ് അവർക്ക് ധരിക്കേണ്ടത് എന്നുള്ളത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. പൊതുവേ അവർ എപ്പോഴും ഹെൽമെറ്റ് ടൈറ്റാണെന്ന് പറഞ്ഞിട്ട് പൊതുവെ ഞാൻ കാണാറുണ്ട് ഏറ്റവും വലിയ ഹെൽമെറ്റാണ് ഈ സ്ത്രീകൾ അധികം ഉപയോഗിക്കുന്നത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ടൈറ്റാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ശരിക്കും നമ്മളെ പാകത്തിനുള്ള ഹെൽമെറ്റ് വേണം ഉപയോഗിക്കുക. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഹെൽമെറ്റ് ഇടുന്നത് ലേഡീസ് പൊതുവേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ ടൈറ്റ് ഇങ്ങനെ ചെവിയിലെടുത്തൊന്ന് മെല്ലെ തൊട്ടാൽ മതി. അപ്പോഴേക്ക് ഇവർ പറയും ഇത് ടൈറ്റാണെന്ന് പറയും. എന്നിട്ട് ഇവർ ഇതിൻ്റെ അടുത്ത സൈസാണ് പൊതുവെ ഉപയോഗിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹെൽമെറ്റാണ്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഭീകര സൈസ് വലിയ ഹെൽമെറ്റ് ആയിരിക്കും ഇവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതേപോലത്തെ. അപ്പം അവർക്കത് കംഫർട്ടായിരിക്കും. പക്ഷെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ബിഗ്ഗർ സൈസ് ആയിരിക്കും. അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ എന്തോ ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ലേഡീസിന് അങ്ങനെ ആവശ്യമില്ല. കാരണം അവർക്ക് പാകമുള്ള ഹെൽമെറ്റ് ഇതൊക്കെ അവർക്ക് പാകമായിരിക്കും നോക്കി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇത് എപ്പോഴും ഇങ്ങനെ ഹാഫ് ഹെൽമെറ്റാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഇവിടെ ആയിരിക്കും ചെവിൻ്റെ സൈഡിലാണ് അതിൻ്റെ ഫിറ്റിങ്സ് ചെയ്യുക. അതാണ് ഇങ്ങനെ ഇവിടെ ഇറുകിയിരിക്കുന്നത്. ഈ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മനഃപൂർവ്വം ഇത് സൈസിൻ്റെ പ്രശ്നമല്ല. ഏത് ഹെൽമെറ്റും ഒരുവിധം പുതിയത് ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. അത് കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ലൂസാവും. അതിൻ്റെ ഉള്ളിലുള്ള ഈ സ്പോഞ്ച് ഇങ്ങനെ അമരും. കണ്ടില്ലേ, ഇതിങ്ങനെ അമരും. പിന്നെ അത് ലൂസായി കഴിഞ്ഞാൽ എന്താ ഹെൽമെറ്റ് പറന്ന് ബാക്കോട്ടായി. അത് കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ അത്ര ലൂസ് എടുക്കരുത്. പാകമുള്ള ഹെൽമെറ്റ് ഇട്ടാൽ മതി. ഇത് കണ്ടോ, ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല ഇങ്ങനെ ഇളകുന്നത്. പിന്നെ ഞാൻ കണ്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ക്ലിപ്പ് ഇടുന്നതാണ്. ക്ലിപ്പ് എന്ന് പറയുന്നത് കറക്റ്റായിരിക്കണം. ഇങ്ങനെ വേണം. ഇതിപ്പോൾ ഫിറ്റിങ് കറക്റ്റാണ് ഹെൽമെറ്റ്. കണ്ടില്ലേ, ഇളകൊന്നുമില്ല, എന്നാലും ഓവർ ടൈറ്റ് ഇല്ല. ഇവിടെയൊക്കെ പാകമാണ്. സൈസും കറക്റ്റാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ടോ, വലിയ ബോറില്ല. കാര്യം പാകത്തിനുള്ള സൈസാണ്. പിന്നെ ഈ ഹെൽമെറ്റ് ക്ലിപ്പ് എല്ലാവരും ഇടുന്നത് ഭയങ്കര ലൂസായിട്ടാണ് കേട്ടോ. ഇവിടെ എങ്ങനെയല്ല, ഭയങ്കര താഴ്ത്തിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇത് ശരിക്കും ഒരു വിരലിങ്ങനെ കറക്റ്റ് വരുന്ന അകലാണ് വേണ്ടത്. അതാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ. ഇപ്പോൾ ഇത് ഏകദേശം കുറച്ചൊന്ന് ലൂസാക്കിയാൽ ഇതാ കണ്ടോ, ഒരു വിരൽ ഇത്ര ഡിസ്റ്റൻസാണ് നമ്മൾ ക്ലിപ്പ് ഇടുന്നത്. എന്നാലേ നമ്മൾ ഈ ഹെൽമെറ്റ് ഇട്ടതിന് കാര്യമുള്ളൂ. മറ്റേത് വെറും വേസ്റ്റാണ്. ഇതെപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടം പറ്റുന്ന സമയത്ത് വീഴ്ചയിൽ ഓവർ ലൂസായി കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റ് അങ്ങ് തെറിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് ഇടുന്നതിൻ്റെ ഉപയോഗമില്ല. അതുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് ഇട്ടാലും കാര്യമില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ വസ്തുത. രണ്ട് കാര്യമാണ്. ഓവർ ലൂസ് ആവാൻ പാടില്ല ഹെൽമെറ്റ് ലൂസായാലും ഇങ്ങനെ തലേന്ന് ഇങ്ങനെ ഇത് കണ്ടോ, ഇത് പോകാത്ത കണ്ടില്ല, ഫിറ്റായി നിൽക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ഓവർ ലൂസ് ഇടരുത് തലയിൽ ഹെൽമെറ്റ്. അവനവൻ്റെ പാകത്തിനുള്ള സൈസ് അവിടുത്തെ കടക്കാരൻ പറഞ്ഞു തരും. കാര്യം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കടക്കാരൻ അറിയാം ഏത് സൈസാണ് നിങ്ങൾക്ക് പാകമാകുന്നത്. കാര്യം നിങ്ങൾ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഭംഗിയും ഡിസൈനും നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫിറ്റിങ്സ് ആ കടക്കാരൻ പറയുന്നതാണ് ശരി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിറ്റിങ്സ്. അതുപോലെ തന്നെ ക്ലിപ്പ് ഓവർ ലൂസ് ആക്കരുത്. ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ ഫിറ്റിങ്സ് ഓക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുക.